ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വെൽഡിംഗ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഏതൊക്കെ രീതിയിലാണ് വെൽഡിംഗ് ഉള്ളത്, വെൽഡിങ്ങിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ആണ്. ടൈപ്സ് ഓഫ് വെൽഡിങ്, ആദ്യം വെൽഡിംഗ് എന്താണെന്ന് പറയും, അതിനുശേഷം ടൈപ്സ് ഓഫ് വെൽഡിങ്, അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്, അങ്ങനെ രണ്ട് തരം വെൽഡിംഗ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ആർക്ക് വെൽഡിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വെൽഡിംഗ്, എന്താണ് ഒരു വെൽഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ വെൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു ഓർ മോർ സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് ബൈ ഹീറ്റിംഗ് ദം ടു എ സൂയിറ്റബിൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞുള്ളത്, ദ വെൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു ഓർ മോർ സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽ, രണ്ടിലധികമോ മെറ്റൽസിനെ, ഒരുപോലുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള മെറ്റൽസിനെ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അഥവാ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ജോയിനിങ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് വെൽഡിംഗ് അല്ലേ. നമുക്കറിയാം രണ്ടിലധികമോ മെറ്റീരിയൽസിനെ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ജോയിനിങ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് വെൽഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ വേറൊരു പോയിന്റ് നോക്കാം. വിത്ത് ഓർ വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ, അതായത് പ്രഷർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രഷർ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റൽസിനെ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് അതിൽ പറയുന്നത്. ചിലതിൽ നമ്മൾ എന്ത് ചെയ്യും, ഫില്ലർ മെറ്റീരിയൽസ് ആൻഡ് ഫ്ലക്സ് യൂസ് ചെയ്യും. ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യും, ചിലതിൽ ഫില്ലർ മെറ്റീരിയൽ പകരം ഫ്ലക്സ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് ജോയിൻറ്റ്. എന്താണ് പെർമനൻറ്റ് ജോയിൻറ്റ്? വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് പെർമനൻറ്റ് ജോയിൻറ്റാണ് അല്ലേ. ഇപ്പോൾ നെട്ടും ബോൾട്ടും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യാനുസരണം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. സ്ക്രൂ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഊരിയെടുക്കാം, ടൈറ്റാക്കാം, ലൂസാക്കാം, എന്തും ചെയ്യാൻ പറ്റും. ഈ വെൽഡിങ്, റിവറ്റ് പോലുള്ള ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. അത് ഊരിയെടുക്കാൻ പറ്റില്ല. പിന്നെ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് മുറിച്ച് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. രണ്ടിലധികം മെറ്റലിനെ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ജോയിനിങ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരുപാട് ടൈപ്സ് വെൽഡിംഗ് ഇവിടെ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്സുകളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ആർക്ക് വെൽഡിങ്ങും അതുപോലെ തന്നെ എന്താണ്, ഗ്യാസ് വെൽഡിംഗ് ആണ്. ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും ആണ് എന്ത്, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നോക്കുക, ആർക്ക് വെൽഡിംഗ് ഇവിടെ കാണാൻ പറ്റും, പിന്നെ ഗ്യാസ് വെൽഡിങ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വെൽഡിങ് കാണാൻ പറ്റും, തെർമിറ്റ് വെൽഡിങ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്, ന്യൂവർ വെൽഡിങ്, റിലേറ്റഡ് പ്രോസസ്സ്, അങ്ങനെ ഒരുപാട് വെൽഡിങ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ആർക്ക് വെൽഡിങ്ങിൽ തന്നെ ഒരുപാട് രീതികളുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ആർക്ക് വെൽഡിങ്ങിൽ ഏതൊക്കെയുള്ളതെന്ന്. ഒന്ന് കാർബൺ ആർക്ക് മെറ്റൽ വെൽഡിംഗ് ഉണ്ട്, കാർബൺ ആർക്ക് മെറ്റൽ ഇനേർട്ട് ഗ്യാസ്, അതുപോലെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ടിഗ് വെൽഡിംഗ് എന്ന് പറയും. ടിഗ് വെൽഡിംഗ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ടിഗ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്നാണ്. ഓക്കെ, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ് എന്ത്, ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് മിഗ് വെൽഡിംഗ്, മിഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ മിഗ്, ടിഗ് ഒക്കെ എന്താണ്, ആർക്ക് വെൽഡിങ്ങിന് എക്സാമ്പിളാണ്. അതുപോലെ വരുന്നതാണ് പ്ലാസ്മ ആർക്ക്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ്, ഇതൊക്കെ എന്താണ്, ആർക്ക് വെൽഡിങ്ങിന് എക്സാമ്പിളാണ്. ഓക്കെ, ഏതൊക്കെയാണ്, കാർബൺ ആർക്ക് മെറ്റൽ, അതുപോലെ ടങ്സ്റ്റൺ ഇനേർട്ട്, മെറ്റൽ ഇനേർട്ട്, പ്ലാസ്മ ആർക്ക്, സബ്മേർജ്ഡ് ആർക്ക്, ഇലക്ട്രോ സ്ലാഗ്, ഇതൊക്കെ എന്താണ്, ആർക്ക് വെൽഡിങ്ങിന് എക്സാമ്പിളാണ്. ഇനി ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെൽഡിംഗ് മെത്തേഡാണ് ഇത്, ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പിൽ ഗ്യാസ് വെൽഡിംഗ് വരുന്നുണ്ടെന്ന്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്സി അസറ്റിലിൻ ഉണ്ട്, എയർ അസറ്റിലിൻ ഉണ്ട്, ഓക്സി ഹൈഡ്രജൻ ഉണ്ട്. ഈ ഓക്സി അസറ്റിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വെൽഡിങ്ങിൽ 2 സിലിണ്ടറായി യൂസ് ചെയ്യുക. അതിലൊന്ന് ഓക്സിജൻ്റെ സിലിണ്ടർ ആയിരിക്കും, ഒന്ന് അസറ്റിലിൻ്റെ സിലിണ്ടർ ആയിരിക്കും. ഇനി രണ്ടാമത് പറയുന്നത് എയർ അസറ്റിലിൻ ആണ്. അപ്പോൾ എയർ ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും, അസറ്റിലിൻ മറ്റൊരു സിലിണ്ടർ ഉണ്ടായിരിക്കും. മൂന്നാമത്തത് ഓക്സി ഹൈഡ്രജൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ ഓക്സിജൻ ആയിരിക്കും, മറ്റേതിൽ ഹൈഡ്രജൻ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗ്യാസ് വെൽഡിങ്, 2 സിലിണ്ടർ ഉണ്ടായിരിക്കും, ആ സിലിണ്ടറിൽ നിന്ന് കണക്ഷൻ പോയിട്ടുള്ള ഒരു വെൽഡിംഗ് ടൈപ്പാണത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും.
പിന്നെ വരുന്നതാണ് റെസിസ്റ്റൻസ് വെൽഡിങ്. റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് എക്സാമ്പിളാണ് ബട്ട്, സ്പോട്ട്, സീം, പ്രൊജക്ഷൻ. ഇതൊക്കെ എന്താണ്? റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് എക്സാമ്പിളാണ്. പിന്നെ വരുന്നതാണ് തെർമിറ്റ് വെൽഡിങ്, അതുപോലെ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. സോളിഡ് സ്റ്റേറ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഫ്രിക്ഷൻ അൾട്രാസോണിക്കും ഡിഫ്യൂഷൻ എക്സ്പ്ലോസീവും വരുന്നുണ്ട്. പിന്നെ ന്യൂവർ വെൽഡിംഗ് ആണ് ഇലക്ട്രോൺ ബീം ലേസറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേരൻ അങ്ങനെ ന്യൂവർ വെൽഡിംഗ് എന്ന് കിടക്കുന്നത്. ഇലക്ട്രോൺ ബീം, ലേസർ ബീമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വെൽഡിംഗ് രീതിയാണത്. പിന്നെ റിലേറ്റഡ് പ്രോസസ്സാണ് ഓക്സി അസറ്റിലിൻ കട്ടിങ്. അതായത് ഓക്സി അസറ്റിലിൻ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ അതിന് പറയുന്ന പേര് ഗ്യാസ് കട്ടിംഗ് എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്യാസ് കട്ടിംഗ് എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ 2 സിലിണ്ടറിനെയാണ് യൂസ് ചെയ്യുക. ആ സിലിണ്ടറാണ് ഇത്. ഒന്ന് ഓക്സിജൻ്റെ സിലിണ്ടർ ആയിരിക്കും, പിന്നെ ഒന്ന് എന്തായിരിക്കും? അസറ്റിലിൻ്റെ സിലിണ്ടർ ആയിരിക്കും. ഓക്കെ. പിന്നെ ആർക്ക് കട്ടിങ്, അതുപോലെ ഹാർഡ് ഫേസിങ്, ബ്രേസിങ്, സോൾഡറിങ്, ഇതൊക്കെ എന്താണ്? റിലേറ്റഡ് പ്രോസസ്സാണ്. ഈ സോൾഡറിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് സോൾഡറിങ് പ്രോസസ്സ്. ഇതിനെന്താ വെച്ചാൽ വെൽഡിങ്ങിൻ്റെ അത്ര എന്തായിരിക്കില്ല, പവർഫുൾ ജോയിൻസ് ആയിരിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സോൾഡറിങ് പോലുള്ള അതുപോലെ ബ്രേസിങ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോൾഡറിങ്, ബ്രേസിങ് ഒക്കെ എന്താണ്? അത്ര സ്ട്രോങ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൾഡറിങ് ആണെങ്കിലും ബ്രേസിങ് ആണെങ്കിലും പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. നമ്മൾ വെൽഡിങ്ങിനെയും റിവെറ്റിനെയും പറഞ്ഞ പോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ജോയിൻ്റ് ആണ് എന്ത്? സോൾഡറിങ്ങും ബ്രേസിങ് എല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വെൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽഡിങ് ജനറേറ്റർ, DC ജനറേറ്റർ, അല്ലെങ്കിൽ എന്താണ്? ഒരു ട്രാൻസ്ഫോമർ AC ട്രാൻസ്ഫോമർ. ഓക്കെ. അടുത്തത് 2 കേബിൾസ്, 1 ഫോർ വർക്ക് ആൻഡ് 1 ഫോർ ഇലക്ട്രോഡ്. ഇത് നമുക്ക് നോക്കാം. 2 കേബിൾ വേണം. ഒന്ന് വർക്കിലേക്കും വേണം, ഒന്ന് ഇലക്ട്രോഡിലേക്കും വേണം. നമ്മൾ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ചിത്രം വരച്ചപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇലക്ട്രോഡ് ഹോൾഡർ, ആ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നതിന് ടൈറ്റായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഫ്യൂസിബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആവശ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രൊട്ടക്റ്റീവ് ഷീൽഡ്, ഗ്ലൗസ്, അതുപോലെ ഗോഗിൾസ്, നമ്മൾ ഒരുപാട് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? വെൽഡിങ് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടുള്ളതാണ് അല്ലേ. പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആയിക്കോട്ടെ, ഗ്ലൗസ് ആയിക്കോട്ടെ, നമ്മുടെ ഏപ്രൺ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോഗിൾസ്, അതൊക്കെ എന്താണ്? നമ്മുടെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ പറയുന്ന 2 ആൾക്കാരാണ് വയർ ബ്രഷും ചിപ്പിംഗ് ഹാമറും. വയർ ബ്രഷും ചിപ്പിംഗ് ഹാമറൊക്കെ സ്ലാഗ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഗ് തട്ടി മാറ്റുന്നതിന്, ആ വെൽഡ് ചെയ്തിട്ടുള്ള ഭാഗം ക്ലീൻ ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ 2 യൂസ് ചെയ്യുന്നത്. വയർ ബ്രഷ് ആയാലും അതുപോലെ തന്നെ ചിപ്പിംഗ് ഹാമറൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം ആർക്ക് വെൽഡിങ്. എന്താണ് ആർക്ക് വെൽഡിങ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളറിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് എന്ത്? ആർക്ക് വെൽഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ. ആർക്ക് വെൽഡിങ് മെഷീനാണത്. ഈ ആർക്ക് വെൽഡിങ് മെഷീനാണ് എന്ത്? ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി, കറണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത്? ആർക്ക് വെൽഡിങ് നടക്കുന്നത്. ഓക്കെ. കറണ്ട് ഉപയോഗിച്ചിട്ട് നടക്കുന്ന വെൽഡിംഗ് ആണ് ഇത് ആർക്ക് വെൽഡിങ്. അതിൻ്റെ ഒരു പവർ സോഴ്സാണ് ഈ കാണിച്ചിട്ടുള്ള നമ്മുടെ വെൽഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെൽഡിംഗ് മെഷീനിൽ 2 കണക്ഷൻ കാണാൻ പറ്റും. ഒരു വയർ ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഒരു വയർ ഇങ്ങോട്ടും പോകുന്നുണ്ട് അല്ലേ. അതിലൊരു വയർ പോകുന്നത് ഡയറക്റ്റായിട്ട് വർക്ക് പീസിലേക്കാണ് നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന് പോകുന്നത് എങ്ങോട്ടാണ്? ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഭാഗത്തേക്ക് അല്ലേ, ഇലക്ട്രോഡ് ഹോൾഡറിലേക്കാണ്. ഇതാണ് ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡ് ഹോൾഡറിലേക്കാണ് മെഷീനിലുള്ള ഒരു കണക്ഷൻ പോകുന്നത്. ഒരു കണക്ഷൻ പോകുന്നത് ഡയറക്റ്റായിട്ട് വർക്കിലേക്കാണ്. പച്ച കളറിൽ കാണിച്ചിട്ടുള്ളതാണ് വർക്ക്. ആ വർക്കിലേക്ക് ഒരു കണക്ഷൻ പോകുന്നത് നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു കണക്ഷൻ പോകുന്നത് ഈ നീല കളറിലുള്ള ഇലക്ട്രോഡ് ഹോൾഡറിലേക്കാണ്. ഈ ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെ ഈ ഒരു ഓറഞ്ച് അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടൊരു സ്റ്റിക്ക് പോലെ കാണാം. ആ സ്റ്റിക്കാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡ് ഹോൾഡറിൽ എന്ത് ചെയ്യാണ്? ആ ഇലക്ട്രോഡിനെ ടൈറ്റാക്കിയിട്ട് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാം, ഈ ഒരു ഇതാണ് വർക്ക് പീസ്, ഇതാണ് ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡിന് വർക്ക് പീസിന് ഇടയിലാണ് എന്ത്? ആർക്ക് ഉണ്ടായിട്ട് ഈ ഇലക്ട്രോഡ് എന്ത് ചെയ്യും? ഉരുകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ മെറ്റൽ തമ്മിൽ ജോയിൻ ആവുന്നത്. ഓക്കെ. ഇതാണ് ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വെൽഡിംഗ് മെഷീൻ. വെൽഡിംഗ് മെഷീൻ ഒരു കണക്ഷൻ പോകുന്നത് വർക്ക് പീസിലേക്കാണ്. വർക്ക് പീസ് അതുപോലെ തന്നെ മറ്റൊരു കണക്ഷൻ പോകുന്നത് ഇലക്ട്രോഡ് ഹോൾഡറിലാണ്. ഇലക്ട്രോഡ് ഹോൾഡർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇലക്ട്രോഡിനെ പിടിച്ചിട്ടുണ്ടായിരിക്കും, ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിലാണ് എന്ത്? ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. Arc welding is a fusion welding process in which the heat required to fuse the metal is obtained from the electric arc between the base metal and the electrode. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ആർക്ക് വെൽഡിങ് ഈസ് എ ഫ്യൂഷൻ വെൽഡിങ് എന്നാണ് പറയുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉരുക എന്നുള്ള മീനിങ് അല്ലേ? സത്യമല്ലേ? നേരത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
അതിൽ പറയുന്നുണ്ട് ഇൻ വിച്ച് ദ ഹീറ്റ് റിക്വയർഡ് ടു ഫ്യൂസ് ദ മെറ്റൽ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ ഇലക്ട്രിക് ആർക്ക്. എങ്ങനെയാണ് ആ ഫ്യൂസ് ആവാനുള്ള പവർ എവിടെ നിന്ന് കിട്ടുന്നത്? ഇലക്ട്രിക് ആർക്കാണ് അല്ലേ, ഇലക്ട്രിസിറ്റിയാണ് ആ പവർ കൊടുക്കുന്നത്. എവിടെയാണ് ആ ആർക്ക് ഉണ്ടാവുന്നത്? ഇലക്ട്രോഡിനും ഇൻ ബിറ്റ്വീൻ ഇലക്ട്രോഡിനും ആ വർക്ക് പീസിനും, ആ ഇലക്ട്രോഡിനും വർക്ക് പീസിനും എന്ത് ഇടയിലാണ് ആർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഇലക്ട്രോഡ് എന്താണ് ഉരുകി തീർന്നിട്ടാണ് അവിടെ ഫ്യൂസ് ആയിട്ടാണ് എന്ത് ആർക്ക് വെൽഡിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 പ്രധാനപ്പെട്ട ആർക്ക് വെൽഡിങ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെറ്റൽ ആർക്ക് വെൽഡിങ്, MAW എന്ന് പറയും, MAW എന്ന് പറയുന്നതാണ് മെറ്റൽ ആർക്ക് വെൽഡിങ്. പിന്നെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, SAW സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ചിലതിലൊക്കെ കൊടുത്തിട്ടുണ്ടാവുക MAW SAW എന്ന്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. മെറ്റൽ ആർക്ക് വെൽഡിങ് അതുപോലെ തന്നെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് എന്നൊക്കെയാണ് അത് മീൻ ചെയ്യുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, അതുപോലെ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടിഗ് വെൽഡിങ്, നമ്മൾ ഒരുപാട് സ്ഥലത്ത് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ടിഗ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ് എന്നാണ്. പിന്നുള്ളതാണ് ഇത് മിഗ് വെൽഡിങ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് ഏതൊക്കെയാണ്? മെറ്റൽ ആർക്ക് വെൽഡിങ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ് ആൻഡ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. ഓക്കെ.